എന്ത് ചെയ്യണം? ഒരു ദിവസത്തിൽ എത്ര ലക്ഷങ്ങൾ എഴുതിയിട്ടുണ്ട്? എനിക്ക് എന്തിനാണ് നിങ്ങൾ നോട്ട്ബുക്കിലെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നു? അതാണ് നമ്മുടെ കാര്യപ്പഴ്. ഇല്ലേ കമ്പ്യൂട്ടർ അത് വെക്കണം, അതെന്താണ് ചെയ്യണത്? നമ്മുടെ കടയിൽ നിങ്ങളും ജോലി ചെയ്യുന്ന മറ്റു സ്റ്റാഫുകളും എല്ലാവരും ഓരോ കസ്റ്റമർ അറ്റൻഡ് ചെയ്യുമ്പോൾ സ്വന്തം മൊബൈലിലൂടെ തന്നെ ബില്ലുകൾ നൽകാൻ സാധിക്കും. ഇപ്പൊ എല്ലാവരും പോകുന്നത് കൊണ്ട് നിങ്ങൾ ഉടമയായാലും കടയ്ക്ക് പുറത്തായാലും എവിടെ ആയാലും പ്രശ്നമില്ല. നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങളുടെ കടയിൽ ഇതുവരെ എത്ര ബില്ല് നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾ എളുപ്പത്തിൽ ചെക്ക് ചെയ്യാം. ഇതുമാത്രമല്ല, നിങ്ങളുടെ കടയിൽ ഒരു ദിവസത്തിൽ എത്ര വരുമാനം വന്നിട്ടുണ്ട്, നിങ്ങൾ എത്ര ടാക്സ് പേയ്മെന്റ് ചെയ്യണം, എത്ര ലാഭമുണ്ട്, നിങ്ങളുടെ ലേബർമാർക്ക് എത്ര ഇൻസെന്റീവ് അല്ലെങ്കിൽ എത്ര ശമ്പളം നിങ്ങൾ നൽകണം എന്നതൊക്കെയും നമ്മുടെ ശരക് ആപ്പിൽ എളുപ്പത്തിൽ ഒരു എക്സൽ റിപ്പോർട്ടായി ലഭിക്കും. നിങ്ങൾ ഇതെല്ലാം മാനേജ്മെന്റ് ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് റെഗുലർ കസ്റ്റമർമാർ വരുന്നു, അവർ കടം വെച്ച് പോകുന്നുവെങ്കിൽ അതും നമ്മളുടെ ശരക് ആപ്പിൽ മാനേജ് ചെയ്യാൻ കഴിയും. കസ്റ്റമർ കടം വെക്കുമ്പോൾ അതും നിങ്ങൾ എളുപ്പത്തിൽ മാനേജ് ചെയ്യാം. അടുത്ത തവണ അവർ വരുമ്പോൾ അതിനെ എളുപ്പത്തിൽ ഡീലും ചെയ്യാം. നിങ്ങൾ പറയുന്നത് പോലെ ഒരു ദിവസത്തിൽ കുറഞ്ഞത് 70 നിന്ന് 100 വരെ കസ്റ്റമർമാർ നിങ്ങളുടെ കടയിൽ വരും. നിങ്ങൾ ഓരോ കസ്റ്റമർക്കും ഇങ്ങനെ എഴുതി വെച്ചാൽ അവസാനം അക്കൗണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ നിങ്ങൾക്ക് നമ്മുടെ ശരക്ക് ബിസിനസ് ആക്കാം. നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമർക്ക് റിസീറ്റ് കൊടുത്താൽ ഏത് കസ്റ്റമർ ആരാണ് ടേക്ക് കെയർ ചെയ്തതെന്ന വിശദാംശങ്ങൾ അതിലുണ്ടാകും. അവസാനം നോക്കുമ്പോൾ ഏത് അസിസ്റ്റന്റ് ഏത് കസ്റ്റമറെ കണ്ടുവെന്ന ഡീറ്റെയിൽ അതിൽ ലഭിക്കും. അതിനാൽ നിങ്ങൾ ആ അസിസ്റ്റന്റിന് ശമ്പള ഇൻസെന്റീവ് നൽകാം. ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇത് വളരെ എളുപ്പമാണ്. പോകറില്ല.